മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ആകാശത്ത് നോക്കി അതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ആകാശത്ത് നോക്കി അതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആദ്യത്തെ ലക്ഷ്യം ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമായ ഭൂമിയിൽ നിന്നും ഏകദേശം 3,84,400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനാണ്. 1969 ജൂലൈ 20-നാണ് ബഹിരാകാശ ചരിത്രത്തിൽ മനുഷ്യന് ഒരിക്കലും മറക്കാനാകാത്ത സംഭവം നടന്നത്. അപ്പോളോ 11 ദൗത്യത്തിൽ നെയിൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി. അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ ഇന്നും മനുഷ്യരുടെ മനസ്സിൽ നിലനിൽക്കുന്നു. ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയന്റ് ലീപ്പ് ഫോർ എ മാൻകൈൻഡ്. നാസയുടെ അപ്പോളോ 11 ദൗത്യത്തിന് ശേഷം അപ്പോളോ 12, 14, 15, 16, 17 ദൗത്യങ്ങളിലായി ഓരോ ദൗത്യത്തിലും 2 പേർ വീതം ആകെ 12 പേർ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട്. അവസാനത്തെ ദൗത്യം അപ്പോളോ 17 1972 ലാൻഡ് ചെയ്തത് യൂജീൻ സെർനാനും ഹാരിസൺ സ്മിത്തും. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പോയിട്ടില്ല. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം നാസ നയിക്കുന്ന ചാന്ദ്ര ദൗത്യങ്ങളാണ് ആർട്ടമിസ് പ്രോഗ്രാമുകൾ. ആർട്ടമിസ് ദൗത്യങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കുക, ചന്ദ്രന്റെ ഓർബിറ്റിൽ ലൂണാർ ഗേറ്റ്വേ സ്റ്റേഷൻ സ്ഥാപിക്കുക, ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യവാസത്തിന് പ്രാപ്തമാക്കുക, ചൊവ്വയിലേക്കുള്ള ദൗത്യത്തിനായി ഇടത്താവളത്തിനായി തയ്യാറെടുക്കുക, ചന്ദ്രനിൽ നിന്നും ധാരാളം ധാതുക്കൾ ഖനനം ചെയ്ത് ഭൂമിയിലേക്ക് എത്തിക്കുക. ഈ ദൗത്യത്തിൽ പല രാജ്യങ്ങളും പങ്കാളികളാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി, ഇവയെല്ലാം ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന സ്പേസ് ഏജൻസികളാണ്. ചന്ദ്രനിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളിൽ ഒന്നായ ഭൂമിയിൽ വളരെ റയറായിട്ടുള്ള ഒന്നാണ് ഹീലിയം 3. ഇതൊരു ഹീലിയത്തിന്റെ ഐസോട്ടോപ്പാണ്. ഇതിന് വളരെ കൂടുതൽ എനർജി എഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭൂമിയിലെ മുഴുവൻ ജനങ്ങൾക്കുമായി ഒരു വർഷം 75 മുതൽ 100 മെട്രിക് ടൺ ഹീലിയം 3 മതിയാകുമെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1.1 ദശലക്ഷം മെട്രിക് ടൺ ഹീലിയം 3 ചന്ദ്രോപരിതലത്തിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ആർട്ടമിസ് പ്രോഗ്രാമിൽ ആദ്യത്തേത് 2022 നവംബർ 16-ന് വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ഒരു അൺക്രൂഡ് മിഷനാണ്. മനുഷ്യനെ നേരിട്ട് ചന്ദ്രനിൽ എത്തിക്കാനുള്ള പരീക്ഷണങ്ങൾക്കായാണ് ഈ മിഷൻ ഉദ്ദേശിച്ചത്. അത് ഫലം കണ്ടു. റോക്കറ്റ് സ്പേസിൽ സേഫായി ഉദ്ദേശിക്കുന്ന സമയം വരെ നിലനിർത്താനാകുമോ, ഭൂമിയിലേക്ക് റീ എൻറ്റർ ചെയ്യുന്ന സമയത്ത് സേഫായി ഇറങ്ങാൻ സാധിക്കുമോ എന്നതൊക്കെയായിരുന്നു ആർട്ടമിസ് 1-ന്റെ പരീക്ഷണങ്ങൾ. അതിനുശേഷം ഇപ്പോൾ 4 മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള ആർട്ടമിസ് 2. ഈ ദൗത്യം 2026 ഏപ്രിൽ 1-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നും കുതിച്ചുയർന്നു. നാസയുടെ സ്പേസ് ലോഞ്ച് വെഹിക്കിളായ SLS സിസ്റ്റം അല്ലെങ്കിൽ സ്പേസ് ലോഞ്ച് സിസ്റ്റം വഴിയായിരുന്നു ആർട്ടമിസ് 2-ന്റെ വിക്ഷേപണം. ഇത് അപ്പോളോ ദൗത്യത്തിൽ ഉപയോഗിച്ചിരുന്ന പവർഫുൾ ആയിട്ടുള്ള സാറ്റേൺ 5-നേക്കാൾ 15% എഫിഷ്യൻസി കൂടുതലെന്നാണ് പറയുന്നത്. ആർട്ടമിസ് 2 മിഷൻ 10 ദിവസത്തെ മിഷനാണ്. 2 ദിവസം ഭൂമിക്ക് ചുറ്റും എർത്ത് ഓർബിറ്റിൽ ഭ്രമണം ചെയ്ത് 2-ാമത്തെ ദിവസം റോക്കറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ചന്ദ്രന്റെ ഓർബിറ്റിലേക്ക് എത്തുകയാണ്. ഇതിനെയാണ് ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ വഴി ഭൂമിയിലെ കാന്തിക വലയത്തിൽ നിന്നും ആർട്ടമിസ് 2 വേർപെടും. അപ്പോൾ ആർട്ടമിസ് 2-ന്റെ സ്പീഡ് ഏകദേശം 30,000 km/h മുകളിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആർട്ടമിസ് 2 മിഷനിൽ 4 യാത്രികരാണുള്ളത്. ആദ്യത്തേത് റൈഡ് വൈസ്മാൻ, ഈ പ്രോജക്റ്റിന്റെ കമാൻഡറാണ്, നാസ ആസ്ട്രോനോട്ടാണ്. രണ്ടാമതായി വിക്ടർ ഗ്ലോവർ, ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന്റെ പൈലറ്റാണ്. ക്രിസ്റ്റീന കോച്ച്, മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. 4-മതായി ജെറിമി ഹാൻസൺ, ഇദ്ദേഹം നാസ ആസ്ട്രോനോട്ട് അല്ല, കനേഡിയൻ സ്പേസ് ഏജൻസിയിലെ ആദ്യത്തെ പ്രതിനിധിയാണ് ഇദ്ദേഹം, ജെറിമി ഹാൻസൺ. ബാക്കി 3 പേരും നാസ ആസ്ട്രോനോട്ട്സ് ആണ്. അടുത്തായി ആർട്ടമിസ് 2 മിഷന്റെ റോക്കറ്റ് സിസ്റ്റത്തിന്റെ പ്രധാന ഘടകങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ SLS. ഇത് നാസ നിർമ്മിച്ച ഏറ്റവും പവർഫുൾ ആയ റോക്കറ്റുകളിൽ ഒന്നാണ്.
ഈ SLS സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസ് റീജിയനെ പറയുന്ന പേരാണ് കോർ സ്റ്റേജ്. ഈ റോക്കറ്റിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ഒന്നാമതായി ഏറ്റവും ബേസ് പോർഷനിൽ കോർ സ്റ്റേജ്. ഇതിന് 65 മീറ്റർ ഉയരമുണ്ട്. ഇതിൽ ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനുമാണ് ഇന്ധനം. ഇത് പ്രവർത്തിപ്പിക്കുന്നത് 4 RS-25 എഞ്ചിനുകളാണ്. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിനുകൾ വലിയ ത്രസ്റ്റ് സൃഷ്ടിച്ചാണ് റോക്കറ്റിനെ ബഹിരാകാശത്തേക്ക് ഉയർത്തുന്നത്. കോർ സ്റ്റേജിന്റെ 2 വശങ്ങളിലുമായി വലിയ 2 സോളിഡ് റോക്കറ്റ് ബൂസ്റ്റേഴ്സ് ഉണ്ട്. ഇതും റോക്കറ്റ് ഉയരാനായി വലിയ ത്രസ്റ്റ് സൃഷ്ടിക്കുന്നു. ഇത് 2 മിനിറ്റ് കഴിഞ്ഞാൽ റോക്കറ്റിൽ നിന്നും വേർപെടുന്നു. അടുത്ത ഭാഗം കോർ സ്റ്റേജിന് മുകളിലുള്ള ICPS സ്റ്റേജാണ്, ഇന്ററിം ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജ്. ഇത് പ്രവർത്തിപ്പിക്കുന്നത് RS-10 എഞ്ചിനാണ്. യാത്രികർ ഇരിക്കുന്ന ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിനെ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കുന്നതും ട്രാൻസ്ലൂണാർ ഇഞ്ചക്ഷൻ നടത്തി സ്പേസ് ക്രാഫ്റ്റിനെ ചന്ദ്രന്റെ ദിശയിലേക്ക് എത്തിക്കുന്നതും ICPS ആണ്. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ്. ഇതിലാണ് യാത്രികർ സഞ്ചരിക്കുന്നത്. ഇതിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട്: ക്രൂ മൊഡ്യൂൾ, സർവീസ് മൊഡ്യൂൾ, ലോഞ്ച് അബോർട്ട് സിസ്റ്റം. ക്രൂ മൊഡ്യൂളിലാണ് ആസ്ട്രോനോട്ട്സ് ഇരിക്കുന്നതും യാത്ര ചെയ്യുന്നതും. ഇതിൽ കൺട്രോൾ സിസ്റ്റം, നാവിഗേഷൻ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഒക്കെ അടങ്ങിയിരിക്കുന്നു. രണ്ടാമതായി സർവീസ് മൊഡ്യൂൾ. ഇത് നിർമ്മിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. പ്രൊപ്പൽഷൻ, ഇലക്ട്രിസിറ്റി, ഓക്സിജൻ, ജലം എല്ലാം ഇതിലാണ് അടങ്ങിയിരിക്കുന്നത്. മൂന്നാമതായി ലോഞ്ച് അബോർട്ട് സിസ്റ്റം. ക്രൂ മൊഡ്യൂളിന് മുകളിലായി സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ലോഞ്ച് അബോർട്ട് സിസ്റ്റം വഴി. ലോഞ്ച് സമയത്ത് പ്രശ്നമുണ്ടെങ്കിൽ ഓസ്ട്രോനോട്ട്സിനെ റോക്കറ്റിൽ നിന്ന് സുരക്ഷിതമായി മാറ്റാൻ ഇത് സഹായിക്കും. ട്രാൻസ്ലൂണാർ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രന് വളരെ അടുത്തേക്ക് നീങ്ങും. ഏപ്രിൽ 6-ന് ഭൂമിയിൽ നിന്നും സ്പേസ് ക്രാഫ്റ്റിന്റെ ചന്ദ്രന്റെ ഓർബിറ്റിലെ ഏറ്റവും വിദൂര ഭാഗത്തേക്ക് സഞ്ചരിക്കും. ആ സമയത്ത് ആർട്ടമിസ് 2ഉം ഭൂമിയിൽ നിന്നുമുള്ള കണക്ഷൻ ഏകദേശം 50 മിനിറ്റോളം വിച്ഛേദിക്കപ്പെടും എന്നാണ് പറയുന്നത്. ചന്ദ്രന്റെ ഓർബിറ്റിൽ കറങ്ങുന്ന സമയത്ത് വ്യക്തമായ പഠനത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം ഏപ്രിൽ 10-നാണ് ഇത് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്പേസ് ക്രാഫ്റ്റിന് ഏകദേശം 40,000 km/h വേഗതയായിരിക്കും. ഈ സമയത്ത് വലിയ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ സ്പേസ് ക്രാഫ്റ്റിന് ഹീറ്റ് ഷീൽഡ് ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവസാനം വിവിധ സമയങ്ങളിൽ 11 പാരച്യൂട്ടുകളുടെ സഹായത്തോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സ്പേസ് ക്രാഫ്റ്റ് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം നാസ റിക്കവറി ടീം ആസ്ട്രോനോട്ട്സിനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരും. ആർട്ടമിസ് 3 ദൗത്യത്തിൽ മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങും. ആർട്ടമിസ് 4 ചന്ദ്രനെ ചുറ്റുന്ന ഒരു ബഹിരാകാശ നിലയമായ ഗേറ്റ്വേയുടെ നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘട്ടമാണ്. ഈ മിഷനിലാണ് ആദ്യമായി ഗേറ്റ്വേയിലേക്ക് ഒരു പുതിയ മൊഡ്യൂൾ, അതായത് ഇന്റർനാഷണൽ ഹാബിറ്റാറ്റ് മൊഡ്യൂൾ ഘടിപ്പിക്കുന്നത്. കൂടാതെ 2 ആസ്ട്രോനോട്ട്സ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ ചന്ദ്രനിൽ ഒരു സ്ഥിരം ബേസ് ക്യാമ്പ് ഉണ്ടാക്കുന്നതിനുള്ള വലിയ ചുവടുവയ്പ്പാണ് ആർട്ടമിസ് 4. ഈ ആർട്ടമിസ് 2nd മിഷൻ പൂർണ്ണ വിജയമാകട്ടെ എന്നും തുടർന്ന് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യനിറങ്ങി സ്ഥിരമായ ഗവേഷണങ്ങൾ നടത്തട്ടെ എന്നും ഭാവിയിൽ മാർസ് എക്സ്പ്ലോറേഷൻ സാധ്യമാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.